RSSനെതിരായ US കമ്മീഷൻ റിപ്പോർട്ടിനെ തള്ളി ഭാരതം. പരാമർശങ്ങൾ തികച്ചും പക്ഷപാതപരമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സ്വന്തമായ അജണ്ടകളോടെ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ആരോപണങ്ങൾക്ക് വിലയില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വിശദാംശങ്ങളുമായി ആദർശ് ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ആദർശ്, കൃത്യമായ നിലപാടുകൾ ഭാരതം വ്യക്തമാക്കി കഴിഞ്ഞു. വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വ്യക്തതയാണ് വരുത്തിയിരിക്കുന്നത്? കെ പി സുരേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയത് ഈ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളായി ഭാരതത്തിനെതിരെ ഇവർ വ്യാജ പ്രചാരണം നടത്തുന്നു എന്നുള്ള കാര്യം വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് തന്നെ ഇക്കാര്യത്തിലുള്ള വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിലപാട് വ്യക്തമാണ്. US കമ്മീഷൻ്റെ പ്രകോപനപരമായ പ്രസ്താവനകളെയൊക്കെ ഭാരതം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അത്തരം സംഘടനകളിൽ നിന്ന് അകലം പാലിക്കണം എന്നുള്ള ഒരു ഉപദേശവും വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നു. മാത്രമല്ല, ഈ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്നതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയും വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുകയാണ്. ഭാരതത്തിനെതിരെയുള്ള അജണ്ടകൾ വിലപ്പോവില്ല എന്നും പറയുന്നു. ഇതിൽ നിന്ന് തന്നെ വിദേശകാര്യ മന്ത്രാലയം ഈ US കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വിമർശനങ്ങൾക്കും ഒപ്പം തന്നെ RSS സർസംഘചാലകൻ്റെ അമേരിക്കൻ സന്ദർശനത്തിനെതിരെയുള്ള അവരുടെ നിലപാടിനും ഒക്കെയുള്ള കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. എന്തായാലും ഭാരതത്തിൻ്റെ കാര്യങ്ങൾ, അതുമല്ലെങ്കിൽ ഭാരതത്തിൽ ഇവിടെ ഏത് രീതിയിൽ ഏതു സംഘടനയ്ക്ക് എങ്ങനെ പ്രവർത്തിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് അറിയാം എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം, അവിടേക്ക് ഭാരതത്തിൽ നിന്നുള്ള നേതാക്കളുടെ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലും മറ്റ് തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അവിടെ ഇത്തരത്തിലുള്ള പക്ഷപാതപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന കമ്മീഷൻ്റെ അഭിപ്രായ പ്രകടനത്തിനോ അതുമല്ലെങ്കിൽ അവരുടെ നിലപാടിനോ യാതൊരു സ്ഥാനവുമില്ല എന്നും വിദേശകാര്യ മന്ത്രാലയം ഈ ഒരു നിലപാടിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അമേരിക്കയുടെ ഈ ഒരു കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുള്ള വിമർശനത്തെയും പ്രതിഷേധത്തെയും എതിർപ്പിനെയും ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഭാരതത്തിൻ്റെതായ നിലപാട് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഭാരതത്തിന്റെ നിലപാട് വ്യക്തമാക്കിയ വിദേശകാര്യ മന്ത്രാലയം. ഡൽഹിയിൽ നിന്നും TS ആദർശാണ് വിശദാംശങ്ങൾ നൽകിയത്.